അപ്പോൾ നമ്മുടെ ഇന്നത്തെ വരാനിരിക്കുന്ന പവിത്രം സീരിയലിൻ്റെ പ്രൊമോയിലോട്ട് നമുക്ക് പോവാം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയത് വളരെ വിഷമകരമായ രീതിയിൽ നമ്മുടെ മാഷ് ഒരു കടൽ തീരത്തിരുന്ന് അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതങ്ങളും ഈ ഒരു അവസ്ഥയും വന്നു പോയതിനെ ഓർത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് ഇരുന്നില്ല ഇങ്ങനെ ദുഃഖപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനോട് കൂടെയാണ് കഴിഞ്ഞ ദിവസം നമുക്ക് സീരിയൽ നമ്മൾ വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് വരാനിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്തതായിട്ട് കാണിക്കുന്നത് നമ്മുടെ മാഷിൻ്റെ വീട് തന്നെയാണ്. അപ്പോൾ വിഷുവും നമ്മുടെ ശ്രീയും അതുപോലെ നമ്മുടെ വിനായകനും നമ്മുടെ നന്ദിനിയും അമ്മയൊക്കെ ആയിട്ടിരുന്ന് എല്ലാവരും അത്താഴം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ അമ്മ കഴിക്കുന്നില്ല, മാഷ് വരുന്നില്ല എന്നോർത്ത് ദുഃഖപ്പെട്ടിരിക്കുകയാണ്. അപ്പം വിഷുവും ചോദിക്കുന്നുണ്ട്, എന്താണ് അമ്മ ഫുഡ് കഴിക്കാത്തത്, അച്ഛൻ ഇതുവരെയും വന്നില്ലല്ലോ മോനെ എന്ന് പറയുമ്പോൾ വിഷുവും പറയുന്നുണ്ട്, അച്ഛൻ എത്തിക്കോളും, അമ്മ ഫുഡ് കഴിക്കൂ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. ഇല്ല, മാഷ് വരട്ടെ, വന്നിട്ട് മതി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാഷ് കടന്നു വരികയാണ്. ആ ഇരുട്ടത്തെ രാത്രിയിൽ സൈക്കിളിൽ വന്ന് അദ്ദേഹം കയറുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ അച്ഛനെ കണ്ടു കഴിയുമ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പറയുന്ന ഫുഡ് കഴിക്കുമ്പോൾ ദേവേന്ദ്രൻ വന്നിരുന്നാലും ഫുഡ് കഴിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ എഴുന്നേക്കരുത്, അത് മാത്രമല്ല ഇനി ഈ എത്ര നാൾ ഈ വീട്ടിൽ ഇരുന്ന് നമുക്കൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം മാറിപ്പോകാനായിട്ട് ഇങ്ങനെ തിരിയുമ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, ഇന്ന് KCBയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് എന്തിനാ വിനായക, എന്തായാലും ജീവിതമേ ഇരുട്ടിലായെന്ന് മാഷ് പറയുന്നു. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, അച്ഛൻ ഞാനൊരു വക്കീലിനെ കണ്ടു, നമുക്കൊരു ഇഞ്ചക്ഷൻ നടപടിയുമായിട്ട് മുന്നോട്ട് പോയാലോ എന്ന്. അപ്പോൾ മാഷ് പറയുന്നത് എന്നാന്ന് വെച്ചാൽ ബാങ്കിൻ്റെ നടപടിക്രമങ്ങളിൽ ഒരിക്കലും കോടതി ഇടപെടില്ല. കാര്യം ജപ്തി നടപടികളും കാര്യങ്ങളും അവരവരുടേതായ രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യം, ഇത്രയും നാൾ നമുക്ക് അവരുടെ നോട്ടീസ് അയച്ചു എന്ന് പറയുന്നത് ഇതുവരെ വന്നിട്ടില്ല, ഇനി ഞാൻ കാണാത്തതാണോ എന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. അപ്പം കമലയും പറയുന്നുണ്ട്, അങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല മാഷ്, ഉറപ്പാണെന്ന് അവരും പറയുന്നുണ്ട്. അപ്പം മാഷിന് അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആകെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട്, അച്ഛാ ഇതിൻ്റെ പിന്നിലൊക്കെ ആരോ ഉണ്ട് എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ആ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ജീവിത രീതികൾ. എന്നിട്ട് വിനായകൻ പറയുന്നുണ്ട്, അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രീനിവാസ സാറിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാലൊന്ന്. അപ്പം മാഷിനൊരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി ചോദിക്കുന്നത്, കാരണം നമുക്ക് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതങ്ങനെ, അല്ലാണ്ട് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നമ്മളൊന്നും ചോദിച്ച് മേടിക്കേണ്ട എന്നുള്ള നിലപാടാണ് മാഷിന്. അപ്പോൾ ഉള്ളതുപോലെ വരുന്നിടം വെച്ച് നമുക്ക് കാണാം, കോടതിയിലെ നടപടി പ്രകാരം ജപ്തി ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇത് വീട് പൊളിക്കാം, JCB കൊണ്ടുവന്ന് വീട് പൊളിക്കാനോ, അപ്പോൾ അങ്ങനെയുള്ള എല്ലാ നടപടിക്രമങ്ങളും അവർക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ അപ്പോൾ വിനായകൻ ചോദിക്കും, അപ്പോൾ നമ്മൾ ഇറങ്ങി കൊടുക്കാണ്ടിരുന്നാൽ എന്ത് ചെയ്യും, എന്നാൽ അവർ പോലീസുമായിട്ട് വന്ന് നമ്മളെ ബലമായിട്ട് ഇറക്കി വിടാനുള്ള വകുപ്പും അവർക്കുണ്ട് എന്നിങ്ങനെ പറയും. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് വിശ്വം പറയുന്നുണ്ട്, നമുക്ക് ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വിക്രമിനെയും വേദേനെയും കാണാണ്ടാവുന്നു, ആ സമയത്ത് തന്നെ കറണ്ട് കട്ടാക്കുന്നു KCBയിൽ, അത് അങ്ങനെ വരുന്നു. പിന്നെ ഇതൊന്നും കൂടാഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ജപ്തി നടപടി, ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരോ ഉണ്ട് എന്നൊരു സംശയം. ഇനി എങ്ങാനും നമ്മുടെ ഇവിടെ നമ്മുടെ വർഷയും ശ്രീകാന്തൊക്കെ വന്നു പോയ സ്ഥിതിക്ക് ഇനി ജഡ്ജിയും അവരെല്ലാവരും കൂടെ ചേർന്ന് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതാണോ എന്ന രീതിയിൽ അവരിങ്ങനെ സംശയിക്കും. അപ്പോൾ മാഷും അവരെല്ലാവരും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണുന്നത്. ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത് വേദയും നമ്മുടെ വിക്രമും അടുത്ത് കാണിക്കുന്ന സീന് കാട്ടിലെ സീനാണ്. അതായത് രാത്രിയിൽ വീണ്ടും അവർ ആ ദിവസവും ആ കാട്ടിനകത്ത് തന്നെയാണ്. അപ്പോൾ വിക്രം ഒന്ന് ജസ്റ്റ് കിടക്കാൻ വേണ്ടി, ഈ പകലൊക്കെ ഇങ്ങനെ കിടന്ന് ഓടി നടന്നൊക്കെ ചെയ്യുന്നില്ലേ, അപ്പോൾ ഒന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കാനായിട്ട് പോകുമ്പോൾ വേദ ചോദിക്കുന്നു, വിക്രം കിടക്കുകയാണോ? ഞാൻ കിടക്കാൻ പോകും, എനിക്ക് ഭയങ്കര ക്ഷീണം, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് കേൾക്കണ്ടെന്ന് പറയും. കാരണം അവന് ഒട്ടും പറ്റില്ല, അതുകൊണ്ട് എന്നാലും എനിക്ക് പറയാനുള്ള കേൾക്കണം, എന്താ എന്നാ പറഞ്ഞു തൊലയ്ക്കെന്ന് പറയും. അപ്പോൾ വേദ പറയും, അത് എനിക്കിപ്പോൾ ഇനി എന്നെ വല്ല കടുവയോ ആനയോ പിടിച്ച് എനിക്ക് എന്തെങ്കിലും പറ്റിയാലും എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ വിക്രം പറയും ചിരിച്ചുകൊണ്ട് പറയും, അയ്യോ എനിക്ക് കുഴപ്പമാണ്, ഇനി ഫോറസ്റ്റിനെ അറിയിക്കണം, പിന്നെ നിൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകണം, നാട്ടിൽ കൊണ്ടുപോകണം, എനിക്കിതിനൊന്നും കിടന്ന് ഓടാൻ എനിക്ക് വയ്യ, അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഒരു സത്യം മനസ്സിലായി, അത് എന്താണെന്ന് പറയണ്ട, എന്നാലും എന്താണെന്നൊന്നും അറിയണ്ടേ. അപ്പോൾ പറയും വേണ്ട, എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വേദ മനസ്സിൽ തന്നെ പറയും, എൻ്റെ മനസ്സിൽ വിക്രം എന്താണ് എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അതായത് ആക്ച്വലി പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ, അവൻ്റെ മനസ്സിൽ അവൾക്കും ഒരു സ്ഥാനമുണ്ട്, അതുപോലെ അവളുടെ മനസ്സിലും വിക്രമിനൊരു സ്ഥാനമുണ്ട്. അവരൊരു ഭാര്യ ഭർത്താവ് എന്ന രീതിയിൽ മനസ്സുകൊണ്ട് അവർ അംഗീകരിച്ചു എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അവർ രണ്ടുപേരുടെയും പരസ്പരം അവരെ തന്നെ ഈ കുറച്ച് 1-2 ദിവസങ്ങൾ കൊണ്ട് അവരത്രയ്ക്കും അവരുടെ മനസ്സുകൊണ്ട് അവർ
മനസ്സിലാക്കി എന്നുള്ളതാണ് ആ ഒരു ഇതിൽ കാണിക്കുന്നത്. പിന്നെ ആ കാടിൻ്റെ സീന് അത്രയും കാണിച്ചുകൊണ്ട് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വേദയുടെ വീട്ടിലെ ഇതാണ്. വേദയുടെ അമ്മയും മുത്തശ്ശിയും വർഷയും ശ്രീകാന്തും എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു രംഗമാണ്. വേദയുടെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉടനെ തന്നെ എടുക്കണം. കാര്യം ഓരോ ദിവസം വൈകും തോറും നമുക്ക് മോളുടെ ജീവനാണെങ്കിൽ ആപത്താണ്. അപ്പോൾ ശ്രീ പറയുന്നുണ്ട്, വർഷയും ശ്രീയും പറയുന്നുണ്ട്, ശ്രീ കൂടുതലും പറയണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വിക്രം തന്നെയാണ്, മറ്റാരുമല്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നീ വിക്രമിനെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? ഒരിക്കലും വിക്രം അങ്ങനെ അവക്ക് ആപത്ത് വരുന്ന രീതിയിലൊന്നും ചെയ്യില്ല എന്ന് മുത്തശ്ശി അമ്മയും വാദിക്കുന്നുണ്ട്. അപ്പോൾ വർഷ പറയും, എന്തായാലും ഇത് നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഉടനെ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കണം. അപ്പം വേദയുടെ അമ്മ പറയും, നമുക്കിത് ശങ്കരേട്ടനെ പെട്ടെന്ന് തന്നെ അറിയിക്കാം, ഈ വിവരങ്ങളും മറ്റുമൊക്കെ അറിയിക്കാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്ത് പോവാണ്, വേദയുടെ അച്ഛൻ്റെ അടുത്ത്. എന്നിട്ട് ചെല്ലുമ്പോൾ അച്ഛൻ ചോദിക്കും, എന്താണ് അച്ഛാന്ന് വിളിച്ചാണ് ശ്രീ ചെല്ലുന്നത്. അപ്പം മുത്തശ്ശി അവിടെ ഇരിക്കുക. എന്നിട്ട് പറയും, അച്ഛ എന്താണ് എല്ലാവരും എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി പറയും, നമ്മുടെ വേദേനെ കാണാനില്ല എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങും. ബാക്കി ശ്രീയും പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെയാണ് സംഭവം, വേദ എന്നിവിടെ വന്നിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തിരിച്ച് പിന്നെ അവൾ അവിടെ പോയിട്ടില്ല, പിറ്റേ ദിവസം മുതൽ നമ്മുടെ വിക്രമിനെയും കാണാനില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വിക്രമാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് ശ്രീ പറയുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഒരിക്കലും വിക്രമിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ നിനക്ക് വേണ്ട. കാര്യം അങ്ങനെ വരാൻ കാരണം ഇപ്പോൾ കേസിലാണെങ്കിലും വിക്രമാണല്ലോ ജയിച്ചിരിക്കുന്നത്. ദർശൻ വാദിച്ച് വിക്രമിനെ അല്ലേ ജയിപ്പിച്ചേക്കണം, പിന്നെ എന്തിനാണ് അവന് ദേഷ്യം പറഞ്ഞത്? പക്ഷെ എങ്കിലും അവള് സാക്ഷി പറയാൻ പോയത് കൊണ്ട് വേദയുടെ അടുത്ത് ദേഷ്യം വന്നുകൂടെ എന്നൊക്കെ ചോദിക്കുക. അപ്പം ജഡ്ജി അദ്ദേഹം പറയും, ശങ്കര എന്ന് പറഞ്ഞാൽ അദ്ദേഹം വേദയുടെ അച്ഛൻ പറയും, വിക്രമിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഒരു പെൺകുട്ടിക്കും ദ്രോഹം വരുന്ന ഒരു കാര്യം അവൻ ചെയ്യത്തുമില്ല, അങ്ങനെ കണ്ടാൽ അവ അത് ക്ഷമിക്കുകയില്ല. ആ ഒരു സ്വഭാവ രീതി എനിക്ക് അവൻ്റെ ഇത്രയും നാളത്തെ ഒരു ഇതുകൊണ്ട് മനസ്സിലായി എന്ന് കരുതി ഞാൻ അവനോട് എനിക്ക് സ്നേഹം തോന്നുകയോ അല്ലെങ്കിൽ അവനെ ഞാൻ സ്വീകരിക്കാനോ ആയിട്ടല്ല അത് പറഞ്ഞത് എന്നിങ്ങനെ പറയാം. അപ്പോൾ വേദയുടെ അമ്മ ചോദിക്കും, അപ്പോൾ പിന്നെ നമ്മുടെ വേദയ്ക്ക് എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ശങ്കരേട്ട, എന്താ നമ്മുടെ വേദയ്ക്ക് എന്ത് പറ്റിക്കാണും എന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാണ്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ കാടാണ്. അവിടെ നമ്മുടെ വിക്രമും വേദയും ഇന്ന് എങ്ങനെയാണെങ്കിലും നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയെങ്കിലും റോഡൊക്കെ കണ്ടെത്തി നമുക്ക് ഇവിടെ നിന്ന് ഇന്ന് എങ്ങനെയായാലും പോയേ പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട്, വിക്രം എനിക്ക് ഇന്ന് ഒട്ടും പറ്റില്ല, എനിക്ക് ഒന്നാമത്തെ കാര്യം വിശന്നിട്ട് പാടില്ല, ഭയങ്കര ക്ഷീണവും. അപ്പോൾ വിക്രം പറയും, നോക്കട്ടെ എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറച്ച് പഴങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, എനിക്കത് വേണ്ടാന്ന് പറയും. ഈ പറഞ്ഞ് നിൽക്കുന്ന ടൈമിൽ തന്നെ വിക്രം നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ മുകളിലായിട്ട് നല്ല ഒരുപാട് വലിയ തേനീച്ച കൂടി ഇങ്ങനെ പറ്റി തേനീച്ച നിറഞ്ഞ് നിൽക്കുക. എന്നിട്ട് വിക്രം ഒരു മുഖമൊക്കെ അവൻ്റെ ഷർട്ട് ഊരിക്കോ എല്ലാം മറച്ച് കെട്ടിയിട്ട് ഒരു ചൂട്ട് പോലത്തെ സംഭവം എന്തൊക്കെ കത്തിച്ച് തീയായിട്ട് മരത്തിൻ്റെ മേളിൽ കയറുമ്പോൾ വേദ പറയുന്നുണ്ട്, വേണ്ട വിക്രം വേണ്ട, അത് ആപത്താണ്, തേനീച്ചകളെല്ലാം കുത്തിക്കഴിഞ്ഞാൽ അത് അതിൽ നിന്ന് ബുദ്ധിമുട്ടാവും, വേണ്ടാന്ന് പറയും. പക്ഷെ എന്നാലും വിക്രം കയറി ആ തീയൊക്കെ കൊണ്ട് കാണിച്ചിട്ട് ആ തേനീച്ച കൂട്ടുന്ന തേനെടുത്തിട്ട് വേദയ്ക്ക് കൊടുക്കുന്നു. ഇന്നത്തെ ഒരു ദിവസത്തെ ഫുൾ എനർജി നിനക്ക് ഇത് കുടിച്ചാൽ കിട്ടുമെന്ന് പറയും. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് വേദ ആ തേന് പിഴിഞ്ഞിങ്ങനെ കുടിക്കുന്ന ഒരു രംഗമാണ് പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ മാഷ് ആ ബാങ്കിലോട്ട് പിറ്റേ ദിവസം രാവിലെ ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം, ആ സെക്രട്ടറി കണ്ടുവരാം എന്ന രീതിയിൽ മാഷ് ബാങ്കിലോട്ട് പോകുന്ന രംഗമാണ് കാണിക്കുന്നത്. മാഷ് ബാങ്കിൽ ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുക. അപ്പോൾ അങ്ങനെ മാഷിൻ്റെ അടുത്ത് അല്ല സെക്രട്ടറി എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ സെക്രട്ടറി അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ബാങ്കിലെ ജീവനക്കാരെ മാഷുമായിട്ട് പരിചയമുള്ളവരാണ്. അപ്പോൾ അതിൽ വർഗീസ് എന്ന പേരുള്ള ഒരാളെ ചോദിക്കുന്നത്, മാഷെ ആകെ ബുദ്ധിമുട്ടാണല്ലോ, എല്ലാം കൊണ്ടും നമുക്ക് ആകെ ഇടങ്ങേറായിരിക്കില്ല, അതേ വർഗീസ് എന്ത് ചെയ്യാനാ, എന്തായാലും ബാങ്കിൻ്റെ നടപടിക്രമങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ എന്തായാലും സെക്രട്ടറിയെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അപ്പോൾ വർഗീസ് അവിടുത്തെ സ്റ്റാഫാണ്, അപ്പോൾ ആയിക്കോട്ടെ മാഷെ പോയി കണ്ടിട്ട് വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ മാഷ് നമ്മുടെ സെക്രട്ടറിയെ കാണാൻ വേണ്ടി അകത്തോട്ട് ചെല്ലും. അപ്പോൾ സെക്രട്ടറി വരൂ എന്നിരിക്കൂ പറയും. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നമുക്കിതിലെന്തെങ്കിലും എനിക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ ബാങ്ക് നടപടിക്രമങ്ങളാണ്, നമുക്ക് അതനുസരിച്ച് പോയല്ലേ പറ്റുള്ളൂ മാഷ്. അപ്പോൾ മാഷിന് ഒരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ബാങ്കിൻ്റെതായിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു നോട്ടീസ് വരിക, അതൊന്നും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ, ആര് പറഞ്ഞു വന്നിട്ടില്ല എന്ന്. അപ്പോൾ അവിടുത്തെ ക്ലർക്കിനെ വിളിച്ചിട്ട് ബുക്ക് എടുപ്പിച്ചിട്ട് അവർ 6 മാസത്തിനുള്ളിൽ 4 നോട്ടീസ് മൊത്തം മാഷിന് അയച്ചിട്ടുണ്ട്. അതിൽ ലാസ്റ്റത്തത് രജിസ്റ്റേർഡ് ആയിട്ട് മാഷ് തന്നെയാണ് ഇത് കൈപ്പറ്റിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ ബുക്കിലൊക്കെ കാണിക്കുന്നുണ്ട്. മാഷിനും പക്ഷെ അതൊന്നും മനസ്സിലാവുള്ളൂ, ഇത് എന്താണ് മാഷ് കൈപ്പറ്റിയിട്ടുമില്ല. അപ്പം മാഷ് തർക്കിക്കുന്നുണ്ട്, ഇല്ല ഞാൻ
ഞാൻ അങ്ങനെ ഒരു നോട്ടീസ് വീട്ടിൽ വന്നിട്ടുമില്ല, ഞാനത് കൈ പറ്റിയിട്ടുമില്ല എന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പം സെക്രട്ടറി പറയും ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, എന്തായാലും ബാങ്കിൻ്റെ ഫോർമാലിറ്റിയിൽ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല, എനിക്ക് പണിയുണ്ട് എന്ന മാഷ് പൊക്കോളൂ എന്നും പറഞ്ഞ് വിടും. മാഷ് അത്രയും സങ്കടപ്പെട്ട് നിരാശനായിട്ട് തിരിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആ വർഗീസ് എന്ന് പറഞ്ഞൊരു ബാങ്കിലെ ഒരു സ്റ്റാഫിനെ കണ്ടില്ല. അപ്പോൾ അയാൾ മാഷെ പോവാണോ എന്ന് പറഞ്ഞിട്ട് അയാൾ ഒന്ന് പതുക്കെ പുറത്തിറങ്ങിയിട്ട് പുറത്തോട്ട് മാഷിനെ നീക്കി നിർത്തിയിട്ട് പറയും, മാഷെ ഇവിടെ പല കളികളും നടക്കുന്നുണ്ട്, ആ വാസവൻ ആയിട്ട് ഈ സെക്രട്ടറി ആയിട്ടുള്ള ഇടപെടൽ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ നടപടികൾ വന്നിരിക്കുന്നത്. അപ്പം മാഷ് പറയുന്നുണ്ട് നോട്ടീസ് ഒന്നും വന്നിട്ടില്ല വർഗീസ്, അതൊക്കെ വരുത്താനും ബുക്കിൽ എഴുതി വെക്കാനാണോ ഇവർക്ക് പറ്റാത്തത്. മാഷ് ഒരു കാര്യം ചെയ്യും, ഞാനൊരു കാര്യം പറയാം, ആ ശ്രീനിവാസൻ മാനെ ഒന്ന് പോയി കണ്ടുപോകുക. ശ്രീനിവാസൻ കളത്തിലിറങ്ങിയാൽ ഇനി വാസവൻ എന്നല്ല അവൻ്റെ അപ്പനാണെങ്കിലും ഒതുങ്ങിക്കോളും. മാഷ് എത്രയും പെട്ടെന്ന് സമയം കളയാണ്ട് അതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നു പറയും. അപ്പോൾ അദ്ദേഹം മാഷ് കുറച്ച് നേരം ചിന്തിച്ച് നിന്നിട്ട് ആ ബാങ്കിൽ നിന്ന് ഇറങ്ങുന്ന രംഗമാണ് കാണിക്കുന്നത്. പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ വിക്രമിനെയും വേദിയാണ്. അവർ നടന്ന് ഒരു വഴിക്ക് എങ്ങനെയൊക്കെ കാടിൻ്റെ ഒരു ഇതിൽ എത്തി നിൽക്കുകയാണ്. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ഇന്ന് എങ്ങനെയെങ്കിലും നമുക്ക് റോഡ് കണ്ടെത്തി നമുക്ക് എങ്ങനെയെങ്കിലും ഇന്ന് നാട്ടിലോട്ട് എത്താനുള്ള വഴി നോക്കണം വേദ, കാര്യം ഇന്നൊരു ദിവസവും കൂടെയൊക്കെ തള്ളി നീക്കുമെന്ന് പറയണം, അത് പറ്റുന്ന കാര്യമല്ല എന്ന് വിക്രം പറയുന്നുണ്ട്. പറഞ്ഞ് നിൽക്കവേ തന്നെ ഒരു വണ്ടിയുടെ ഹോൺ കേൾക്കും. അവർ നോക്കുമ്പോൾ ഒരു ട്രാവലർ പോലത്തെ ഒരു വണ്ടി വരികയാണ്. അവർ അപ്പം തന്നെ അവിടെ നിന്ന് ഓടി ആ വണ്ടിയുടെ നേരെ പെട്ടെന്ന് കണ്ട സന്തോഷവും അവർക്ക് ഒരു എന്ന് വെച്ചാൽ ഒരു ഇത്രയും ദിവസം 2-3 ദിവസം കൊണ്ടായില്ലേ കാട്ടിനകത്ത് തന്നെ കിടക്കുന്നത്. അപ്പം പെട്ടെന്ന് കണ്ട അവർ ആ വണ്ടിയുടെ മുന്നിലോട്ട് ഓടി ഇരച്ചങ്ങ് വരുന്ന ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ പവിത്രം സീരിയൽ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഇത്രയും കോൺഫിഡൻറ്റോട് കൂടി നമുക്ക് വരും പ്രതീക്ഷകളോടെ അവർ രക്ഷപ്പെടുമോ, മാഷിൻ്റെ അവസ്ഥ എന്താകും നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.